ഹലോ എവരി വൺ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിന്റെ 9ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് മാറിയ ഒരു പുതിയ കൊല്ലമാണ് നിങ്ങൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ 9ാം ക്ലാസ്സിലെ അവസാനത്തെ ആനുവൽ എക്സാം നല്ല ടഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആനുവൽ എക്സാം നിങ്ങൾ തോറ്റു പോകാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തോറ്റു പോകാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും അല്ലെങ്കിൽ ഫുൾ A+ നേടണമെങ്കിൽ നിങ്ങൾ 5 കാര്യങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് മുഴുവൻ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തോറ്റു പോകും. തോൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. 9ാം ക്ലാസ് തോൽപ്പിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തോറ്റു പോകാതിരിക്കണമെങ്കിൽ ഈ 5 കാര്യങ്ങൾ ഒഴിവാക്കണം. ഏതൊക്കെയാണ് 5 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ്സ് മീ യുവർ നാഫി. അപ്പോൾ ഞാൻ ചോദിക്കുന്ന 3-4 കാര്യങ്ങൾക്ക് ആൻസർ നിങ്ങൾ ആരും കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. 1, നിങ്ങൾക്ക് സ്കൂളിൽ എല്ലാ സബ്ജക്റ്റിനെയും ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞോ. 2, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ മനസ്സിലാകുന്നുണ്ടോ. 3, നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ. ഈ 3 ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ 5 കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് ഫസ്റ്റത് ഫോണാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം, ഫോൺ ഒഴിവാക്കി എങ്ങനെ സാറേ ശരിയാവുക? കാരണം ഞങ്ങൾ എജ്യൂപോഡിൻ്റെ ക്ലാസ് കാണുന്നതും എജ്യൂപോഡിൻ്റെ ലൈവ് കാണുന്നതും സാറുടെ ഈ വീഡിയോ കാണുന്നതൊക്കെ ഫോണിലൂടെ അല്ലേ. ഫോൺ ഒഴിവാക്കി എങ്ങനെ പഠിക്കാൻ പറ്റും? ഫോൺ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത് ഫോൺ മൊത്തത്തിൽ ഒഴിവാക്കില്ല. ഫോൺ നിങ്ങൾ പഠനാവശ്യങ്ങൾക്ക് മാത്രം, എസ്പെഷ്യലി യൂട്യൂബിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എജ്യൂപോഡിൻ്റെ ലൈവ് ക്ലാസ്സുകൾ കണ്ടോളൂ, അല്ലെങ്കിൽ എജ്യൂപോഡിലെ ഷോർട്ട് വീഡിയോസ് കണ്ടോളൂ. അതിനൊക്കെ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാം. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ ഫോൺ ഉപയോഗിക്കരുത്. ഇൻസ്റ്റയ്ക്കും സ്നാപ്ചാറ്റിനും അതേപോലെ യൂട്യൂബ് ഷോർട്സിനൊക്കെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഫോൺ ഉപയോഗിക്കരുത്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും അതേപോലെ സ്നാപ്ചാറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഒഴിവാക്കാനാണ് ഞാൻ എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്, ഈ ഫോണിലുള്ള ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോണിലൂടെ എജ്യൂപോഡിൻ്റെ ലൈവ് ക്ലാസ്സുകൾ കാണാം, എജ്യൂപോഡിൻ്റെ റെക്കോർഡ് വീഡിയോസ് കാണാം, എജ്യൂപോഡിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. അതിന് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് കുറയ്ക്കണം, അതേപോലെ സ്നാപ്ചാറ്റ് ഉപയോഗിക്കുന്നത് കുറയ്ക്കണം. അതൊക്കെ ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ A+ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കൂ. രണ്ടാമതായിട്ട് ഈ ഒരു ചിന്തയാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. ഐ ക്യാൻ ഡു ദിസ് എനിമോർ. എന്നെക്കൊണ്ട് 9ാം ക്ലാസ് പഠിക്കാൻ പറ്റില്ല, എന്നെക്കൊണ്ട് 9ാം ക്ലാസ് പറ്റില്ല, ഞാൻ 9ാം ക്ലാസ് തോറ്റു പോകും, എനിക്ക് 9ാം ക്ലാസ് ഒരുപാട് പഠിക്കാനുണ്ട്, ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കുക, ആ ചിന്തയൊന്നും മനസ്സിൽ പാടില്ല. പകരം നിങ്ങളുടെ മനസ്സിൽ ഏത് ചിന്തയാണ് വേണ്ടത്? ഐ ക്യാൻ, എനിക്ക് പറ്റും, എനിക്ക് പറ്റും, എനിക്ക് പറ്റും, എനിക്ക് പറ്റും എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾ ഒഴിവാക്കുക. കാരണം മക്കളെ പ്രശ്നം എന്താ, നിങ്ങൾ വിചാരിക്കുക എന്നെ കൊണ്ട് പറ്റില്ല, 9ാം ക്ലാസ്സിലെ സോഷ്യൽ എത്ര പഠിക്കാനുള്ളത്, ഫിസിക്സ് എത്ര പഠിക്കാനുള്ളത്, കെമിസ്ട്രി എത്ര പഠിക്കാനുള്ളത്, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താ, നിങ്ങളുടെ മനസ്സിൽ ഭയങ്കര നെഗറ്റീവായിട്ടൊരു തോട്ട് വരും. നിങ്ങൾ ആകെ മക്കൾ എന്താ ഇപ്പോൾ ഒരു ചടച്ചു പോകും. അപ്പോൾ നിങ്ങൾ ചെയ്യണം എന്താ, നിങ്ങളെ കൊണ്ട് പറ്റും. 9ാം ക്ലാസ്സിലെ സോഷ്യൽ എനിക്ക് പ്രശ്നമല്ല, ഫിസിക്സ് എനിക്ക് പ്രശ്നമല്ല, കെമിസ്ട്രി എനിക്ക് പ്രശ്നമല്ല, എല്ലാം എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ആ ഒരു തോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരട്ടോ. അടുത്ത് നിങ്ങൾ ഒഴിവാക്കേണ്ടത് മടിയാണ് അല്ലേ. നിങ്ങൾക്ക് പല ആളുകൾക്കുള്ളൊരു പ്രശ്നമാണെന്ത്, മടി പിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പഠിക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ മടി നിങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. മടി നിങ്ങൾ ഒഴിവാക്കിയേ പറ്റൂ. മടിയോട് നോ പറയണം. നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മടിച്ചിരിക്കരുത്. പഠിക്കാൻ പറഞ്ഞാൽ ചാടിക്കറി പഠിക്കാൻ പോവുക, അതേപോലെ ബുക്ക് വായിക്കാൻ പറഞ്ഞാൽ ചാടിക്കറി ബുക്ക് വായിക്കാൻ പോവുക. ഇനി നിങ്ങൾ കളിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മടി കാണിക്കരുത്, കളിക്കാൻ പോകണം. അപ്പോൾ കളിയും പഠനവും ഒക്കെ നമ്മുടെ കൂടെ എന്ത് ചെയ്യണം, വേണം. അടുത്ത് നിങ്ങൾ ഒഴിവാക്കേണ്ടത് അൺനെസസറി സ്ലീപ്പാണ്, അനാവശ്യമായ ഉറക്കം. പലപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും, ഉറങ്ങി വീകൂല. അയ്യോ അല്ലേ, പഠിക്കാൻ ബുക്ക് കൊണ്ട് തുറക്കുമ്പോഴേക്കും, സോഷ്യൽ അങ്ങോട്ട് തുറക്കുമ്പോഴേക്കും എന്താ, ഉറങ്ങി അങ്ങോട്ട് വീണ് പോവാണ് അല്ലേ. അപ്പോൾ ഈ ഉറക്കം, പഠിക്കാനിരിക്കുമ്പോഴൊരു ഉറക്കം, അല്ലെങ്കിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്താ, നിങ്ങളിങ്ങനെ കണ്ണ് തുറന്നുറങ്ങാറൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ. അപ്പോൾ ആ ഉറക്കമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം കേട്ടോ. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഉറക്കം, പഠിക്കാനിരിക്കുമ്പോഴുള്ള ഉറക്കം, ആ ഉറക്കം നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. പകരം രാത്രി എന്ത് ചെയ്യുക, ഉറങ്ങുക. അപ്പോൾ നിങ്ങൾ രാത്രി നേരത്തെ ഉറങ്ങിയാൽ പകല് ഉറക്കം വരാനുള്ള ചാൻസ് കുറവാണ്. രാത്രി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 മുതൽ 6 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉറങ്ങിക്കോ. ആ സമയം നിങ്ങൾ കറക്റ്റായിട്ട് ഉറങ്ങുകയാണെങ്കിൽ രാത്രി നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കാനുള്ള ചാൻസ് എന്താണ്, പകല് നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കാനുള്ള ചാൻസ് കുറയും. അതായത് നിങ്ങൾ രാത്രി കറക്റ്റായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോഴോ പഠിക്കാനിരിക്കുമ്പോഴോ ഒന്നും നിങ്ങൾക്ക് എന്ത് വരില്ല, ഉറക്കം വരില്ല. അടുത്തേതാടാ, മൂവീസ്, വെബ് സീരീസ്, അനിയും. നിങ്ങൾ എന്താണ്, സിനിമ കാണുന്ന ആളുകളായിരിക്കും, വെബ് സീരീസ് കാണുന്ന ആളുകളായിരിക്കും, എന്തെങ്കിലും അനിമൊക്കെ കാണുന്ന ആളുകളായിരിക്കും. സോ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നുള്ള പ്രശ്നം എന്താ, നിങ്ങൾ പഠിക്കുന്ന കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് വരില്ല. പകരം ഈ സിനിമയുടെ ഡയലോഗും അനിമയുടെ ഡയലോഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓർമ്മയിൽ വരട്ടെ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, ഇതൊക്കെ ഒഴിവാക്കുക. നിങ്ങൾക്ക് സിനിമ കാണാൻ നിർബന്ധമാണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു സിനിമ കണ്ടോ, അല്ലെങ്കിൽ 3 ആഴ്ച കൂടുമ്പോൾ 2 സിനിമ കണ്ടോ, അങ്ങനെ നിങ്ങൾ കാണാം. അതായത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്ഥിരമായിട്ട് സിനിമ കാണരുത്, സ്ഥിരമായിട്ട് അനിമ കാണരുത്, സ്ഥിരമായിട്ട് വെബ് സീരീസ് കാണരുത്. ഇതൊക്കെ സ്ഥിരമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, നിങ്ങളുടെ മൈൻഡിൽ ഇതിലെ ഡയലോഗ്സും ഇതിലെ സീൻസ് മാത്രം ഓർമ്മ ഉണ്ടാവുക, പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ നിൽക്കാത്തൊരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 2 ആഴ്ചയോ 3 ആഴ്ചയോ കൂടുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, 1 2 സിനിമ കാണുക. ബാക്കിയുള്ള സമയത്തൊക്കെ പഠനത്തിലേക്ക് എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ 5 കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ എന്താണ് സെറ്റാണ്. 9ാം ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യും, റെഡിയായി
ഇരിക്കും. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയുള്ള അങ്ങോട്ട് വീഡിയോസ് ഡിസ്കസ് ചെയ്യാം. അതിന് നിങ്ങളൊരു കാര്യം കമൻറ്റ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ 5-ൽ ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 5 പ്രശ്നങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രശ്നം ഏതാണെന്ന് കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എന്താ ചെയ്യേണ്ടത്, ഈ 5-ൽ ഏതെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഏതാണെന്നുള്ളതും പിന്നെ നിങ്ങളുടെ പേര്, നിങ്ങൾ പഠിക്കുന്ന സ്കൂളും. അതിന് മുമ്പ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ വേറെ 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതും എന്ത് ചെയ്യുക, നിങ്ങൾ അടിപൊളിയായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രശ്നങ്ങളുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് പരമാവധി ആളുകൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ യുവർ നാഫി സൈനിങ് ഓഫ്. ബൈ.